കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 3 അംഗങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കി. കവളങ്ങാട് പഞ്ചായത്ത് മെമ്പർമാരായ സിബി മാത്യു, ഉഷ ശിവൻ, ലിസി ജോളി എന്നിവരെ അയോഗ്യരാക്കിയാണ് ഇലക്ഷൻ കമ്മീഷനിൽ കൊടുത്ത കേസിൽ കോടതി വിധി വന്നത്. നിലവിൽ കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റായി തുടർന്നുവരുന്ന സിബി മാത്യുവിനെ അയോഗ്യനാക്കി കോടതി വിധി വന്നതോടെ സ്ഥാനം ഒഴിയേണ്ടി വരും. 2023 UDF-ൽ നിന്നും കൂറുമാറി LDF പാളയത്തിലെത്തി സിബി മാത്യു പ്രസിഡന്റായും ലിസി ജോളി വൈസ് പ്രസിഡന്റായും ഉഷ ശിവൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും തുടരുകയായിരുന്നു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സൈജൻ ചാക്കോ ഇലക്ഷൻ കമ്മീഷനിൽ കൊടുത്ത കേസിലായിരുന്നു കോടതി വിധി. 3 പേരെയും 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് വിലക്കുമേർപ്പെടുത്തി. പല്ലാരിമംഗലം പഞ്ചായത്തിലെ പോലെ നിരവധി പ്ലൈവുഡ് കമ്പനികൾക്ക് കവളങ്ങാട് പഞ്ചായത്തിലും ലൈസൻസ് കൊടുത്തുകൊണ്ടുവരാൻ ലക്ഷങ്ങൾ വാങ്ങി കരാറുറപ്പിച്ചാണ് ഇവർ ഭരണം അട്ടിമറിച്ചത്. കോൺഗ്രസ് പാർട്ടിയിലെ ധാരണപ്രകാരം പ്രസിഡന്റ് സൈജൻ ചാക്കോ രാജിവെച്ചതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലായിരുന്നു ഈ കൂറുമാറ്റം. UDF-ന് 10ഉം LDF-ന് 8ഉം അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നാണ് 3 അംഗങ്ങൾ കൂറുമാറിയത്. വിധി അനുകൂലമായതിൽ സന്തോഷമുണ്ടെന്നും സ്വാർത്ഥ താൽപര്യത്തിനു വേണ്ടിയും പണത്തിനു വേണ്ടിയും മറ്റു പദവികൾക്ക് വേണ്ടിയും കൂറുമാറുന്ന ആളുകൾക്കുള്ള മറുപടി കൂടിയാണ് ഈ കോടതി വിധിയെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ പറഞ്ഞു. ഇതൊരു വലിയ വികാരപരമായ ഒരു മുഹൂർത്തമാണ്. കാരണം കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ വികാരമായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഞങ്ങളെ ചതിച്ചു പോയവരെ, ഞങ്ങളെ വഞ്ചിച്ചു പോയവരെ, അവർക്ക് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, പണത്തിന് പ്രസക്തിക്ക് വേണ്ടി പോയതാണ്. അവരെ പൊതുസമൂഹം ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. നാളുകളിലും ഒറ്റപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആര് കാലുമാറിപ്പോയാലും അവർക്കൊക്കെ ഈ ഗതിയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. LDF-ന്റെ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഒരു പ്ലൈവുഡ് കമ്പനി പോലും അനധികൃതമായി കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഒരു പ്ലൈവുഡ് കമ്പനി പോലും കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. അത് ശക്തമായി ഞങ്ങൾ എതിർത്തും. നാളുകളിലും ജനങ്ങളോടൊപ്പം UDF-ന്റെ ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ ജനങ്ങളോടൊപ്പം വളരെ ശക്തമായി UDF-ന്റെ ഭരണ സംവിധാനം ആയി മുന്നോട്ടുണ്ടാകും എന്നുള്ള കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. കൂറുമാറിയവരെ അയോഗ്യരാക്കിയതിലും നിയമയുദ്ധത്തിൽ ജയിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും KPCC മെമ്പർ AJ ജോർജ് പറഞ്ഞു. ഇവർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ പല ഓഫറും കൊടുത്ത് അവർക്ക് പലതും ഈ മുനിസിപ്പാലിറ്റി ചെയ്യാൻ, പിന്നെ ഷൈജൻ സൂചിപ്പിച്ച പോലെ ഒട്ടനവധി പ്ലൈവുഡ് കമ്പനികൾക്കൊക്കെ സാങ്ഷൻ കൊടുത്ത് അതിൽ നിന്നെല്ലാം വൻ തുകകൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ വലിയൊരു നാടകം കളിച്ച്. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, കാരണം ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇതുപോലുള്ള ചെറ്റത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഇനി ഒരു കാരണവശാലും അവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരികയും തന്നെയല്ല. എത്രമാത്രം പേരും പെരുമയുള്ള ആൾക്കാരും കുടുംബക്കാരാണെങ്കിൽ തന്നെയും അവർ ജീവിതകാലം ഇതുപോലെ ഡിസ്ക്വാളിഫിക്കേഷൻ നേരിട്ട ഒരാളാണെന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെടുമെന്നുള്ള സംശയമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏത് പാർട്ടി നിന്നാലും ആ പാർട്ടിയുടെ വിപ്പ് ലംഘിച്ച് പോകുന്നത് വളരെ വലിയ തെറ്റായുള്ള പാർട്ടിയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ രംഗത്തേക്ക് വരുന്നതിൻ്റെ ബേസ് എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഒരു രീതിയാണ് ഇതെന്നുള്ളത് ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവ് കൃത്യമായ രീതിയിലേക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.